DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മെയ് 1 മുതൽ ഗ്യാസ് കണക്ഷനുള്ള എല്ലാ ഗുണഭോക്താക്കളും അറിഞ്ഞിരിക്കേണ്ടതും ശ്രദ്ധിച്ചിരിക്കേണ്ടതുമായ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, എല്ലാ മാസവും 1-ാം തീയതിയാണ് ഗ്യാസ് സിലിണ്ടർ വില പുനഃക്രമീകരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മെയ് 1-ാം തീയതിയും ഗ്യാസ് വില പുതുക്കി നിശ്ചയിച്ചിരിക്കുകയാണ് എണ്ണ വിതരണ കമ്പനികൾ. ഗ്യാസ് സിലിണ്ടറിന് 993 രൂപ ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. വാണിജ്യ സിലിണ്ടറുകൾക്കാണ് വില വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇതോടെ ഹോട്ടൽ മേഖലയ്ക്ക് കടുത്ത ആഘാതം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇതോടെ കൊച്ചിയിൽ 19 കിലോഗ്രാം വരുന്ന വാണിജ്യ സിലിണ്ടറിന് 3085 രൂപയായി. അതേസമയം ഗാർഹിക പാചകവാതക സിലിണ്ടറിൻ്റെ വിലയിൽ മാറ്റമൊന്നുമില്ല. അതോടൊപ്പം സംസ്ഥാനത്ത് നിലവിൽ ഗ്യാസ് സിലിണ്ടർ ബുക്കിങ്ങിന് ചില നിയന്ത്രണങ്ങളുണ്ട്. ഗ്രാമപ്രദേശങ്ങളിൽ ഒരു സിലിണ്ടർ ബുക്ക് ചെയ്താൽ അടുത്ത സിലിണ്ടറിനായി 45 ദിവസം കാത്തിരിക്കണം. അതായത് 46-ാം ദിവസം മാത്രമേ അടുത്ത ബുക്കിംഗ് സാധ്യമാകൂ. നഗരപ്രദേശങ്ങളിൽ ഈ ഇടവേള 25 ദിവസമാണ്. ഈ സമയപരിധി കുറയ്ക്കണമെന്ന് വിവിധ മേഖലകളിൽ നിന്ന് ആവശ്യമുയർന്നിട്ടുണ്ട്. ഗ്രാമപ്രദേശങ്ങളിലെ 45 ദിവസത്തെ കാത്തിരിപ്പ് 30 അല്ലെങ്കിൽ 35 ദിവസമായി കുറയ്ക്കാൻ സംസ്ഥാന സിവിൽ സപ്ലൈസ് വകുപ്പ് കേന്ദ്ര സർക്കാരിനോട് ശുപാർശ ചെയ്യാനിരിക്കുകയാണ്. ഇത് നടപ്പിലായാൽ സാധാരണക്കാർക്ക് വലിയ ഉപകാരമാകും. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും പാചകവാതക വിതരണവുമായി ബന്ധപ്പെട്ട പരാതികളും അഭിപ്രായങ്ങളും സിവിൽ സപ്ലൈസ് വകുപ്പ് ശേഖരിക്കുന്നുണ്ട്. ഇവ ക്രോഡീകരിച്ച് കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകുന്നതിലൂടെ ബുക്കിംഗ് ഇടവേളകളിൽ അനുകൂലമായ മാറ്റം കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു പ്രധാന അറിയിപ്പ് PNG കണക്ഷനുമായി ബന്ധപ്പെട്ടതാണ്. നിങ്ങളുടെ പ്രദേശത്ത് പൈപ്പ് വഴി പാചകവാതകം എത്തുന്ന സൗകര്യമുണ്ടെങ്കിൽ നിലവിലുള്ള ഗാർഹിക ഗ്യാസ് സിലിണ്ടർ കണക്ഷൻ സറണ്ടർ ചെയ്യണമെന്ന് കേരള സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ഊർജ്ജ പ്രതിസന്ധി മറികടക്കാൻ ഇത് അത്യാവശ്യമാണ്. PNG കണക്ഷൻ ലഭ്യമായ മേഖലകളിലുള്ളവർ എത്രയും വേഗം ആ സംവിധാനത്തിലേക്ക് മാറേണ്ടതുണ്ട്. അല്ലാത്തപക്ഷം അത്തരം പ്രദേശങ്ങളിൽ ഗ്യാസ് സിലിണ്ടർ വിതരണം നിർത്തലാക്കാൻ സാധ്യതയുണ്ട്. ഇന്ധന ലാഭവും സുരക്ഷിതത്വവും PNG ഉറപ്പു നൽകുന്നുണ്ട്. സിറ്റി ഗ്യാസ് പദ്ധതി പോലുള്ളവ കേരളത്തിൽ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. ഇത്തരം പദ്ധതികൾ എത്തിയ പ്രദേശത്തുള്ളവർ പുതിയ കണക്ഷനിലേക്ക് മാറുന്നത് ഭാവിയിലെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ സഹായിക്കും. പൈപ്പ്ഡ് ഗ്യാസ് സൗകര്യമുള്ളവർ സിലിണ്ടറുകൾ കൈവശം വയ്ക്കുന്നത് ഒഴിവാക്കി സഹകരിക്കണമെന്നും കേന്ദ്ര മന്ത്രാലയം നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. മാത്രമല്ല PNG കണക്ഷനുള്ള സ്ഥലങ്ങളിലുള്ളവർ അവരുടെ പഴയ LPG സിലിണ്ടർ തിരികെ നൽകണമെന്ന അറിയിപ്പുകളും എത്തിയിരുന്നു. അതിനാൽ ഗുണഭോക്താക്കൾ ഇക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത അറിയിപ്പ്, ഗ്യാസ് സിലിണ്ടറുകൾ ദുരുപയോഗം ചെയ്യുന്നത് തടയാനും സബ്സിഡി അർഹരായവരിലേക്ക് എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും ഡെലിവറി സംവിധാനം കൂടുതൽ കർശനമാക്കിയിരിക്കുകയാണ്. ഇനി മുതൽ സിലിണ്ടർ കൈപ്പറ്റുമ്പോൾ ഉപഭോക്താവിൻ്റെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ലഭിക്കുന്ന ഒറ്റത്തവണ പാസ്വേഡ് അഥവാ OTP ഡെലിവറി ഏജന്റുമായി പങ്കിടണം. ഈ വെരിഫിക്കേഷൻ പൂർത്തിയായാൽ മാത്രമേ ഗ്യാസ് ലഭിക്കുകയുള്ളൂ. അതിനാൽ ഗ്യാസ് ഗുണഭോക്താക്കൾ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട ഈ ഗ്യാസ് അറിയിപ്പുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്കായി DCB മീഡിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.